എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. 11ാം ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ പാഠമായ 12ാം പാഠത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സാറിന് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെല്ലാവരും ഇതിനു മുന്നേയുള്ള എല്ലാ എപ്പിസോഡുകളും കാണുകയും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയും നോട്ടുകൾ കംപ്ലീറ്റ് ആക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ലിങ്കിൽ കയറി പഴയ അധ്യായങ്ങൾ എല്ലാ പാഠഭാഗങ്ങളും പഠിക്കുകയും നോട്ട് പ്രിപ്പയർ ചെയ്യുകയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണമെന്ന് സാർ നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് എണീറ്റ് നിന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാവോ? കണ്ണുകളടയ്ക്കാം. വഴിയും സത്യവും ജീവനുമായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഈ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ജ്ഞാനവും ബുദ്ധിയും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അങ്ങയെ പ്രഘോഷിപ്പിക്കുവാനും അങ്ങയുടെ എല്ലാ വചനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഈ പാഠഭാഗത്തിൻ്റെ 12ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ എപ്പിസോഡായിരുന്നു. ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്ന നമ്മളുടെ പാഠപുസ്തകത്തിലെ 12ാമത്തെ പാഠം, ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും എന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു പാഠമാണ് നമ്മൾ കണ്ടത്, അല്ലേ? കഴിഞ്ഞ പാഠഭാഗത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭൂമിയുടെ ഉപ്പാകുന്നത് ഒരു ക്രൈസ്തവൻ, ഒരു ക്രൈസ്തവ യുവാവ് അല്ലെങ്കിൽ യുവതി എങ്ങനെയാണ് ഭൂമിയുടെ ഉപ്പായി മാറുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ഉത്തമ ക്രൈസ്തവ വിശ്വാസി, ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ വേണ്ടി പോകുന്നത്, അല്ലേ? അതിനു മുന്നേ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമതായി നമ്മൾ കണ്ടത് രുചി പകരുന്ന ജീവിതമായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും എന്ന് നമ്മൾ കണ്ടു, അല്ലേ? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രുചി പകരുന്നതായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ പകരുന്നതായിരിക്കണം, മറ്റുള്ളവരെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഈശോയുടെ സുവിശേഷം സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ പറ്റുന്ന രീതിയിൽ രുചികരമായ ഒരു ജീവിതം, ഉപ്പ് പോലെ മറ്റുള്ളവർക്ക് രുചികരമായ ഒരു ജീവിതം എങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കാണുകയുണ്ടായി. രണ്ടാമതായി നമ്മൾ കണ്ടത് എന്തായിരുന്നു? രണ്ടാമതായി നമ്മൾ കണ്ടത് സംരക്ഷിക്കപ്പെടുന്ന ജീവിതം, അല്ലേ? നമ്മളുടെ ജീവിതം മാത്രം പോരാ, ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളുടെയും ജീവിതം സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു യുവാവ്, ഒരു യുവതി, 11ാം ക്ലാസ്സിലെ ഒരു കുട്ടി എന്ന നിലയിൽ നമ്മളുടെ ഉത്തരവാദിത്വമാണെന്ന് നമ്മൾ കണ്ടു, അല്ലേ? അങ്ങനെ സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും യേശുവിൽ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾക്ക് ഒരു പ്രതിജ്ഞ നമ്മൾ എടുത്തിരുന്നു, അല്ലേ? മൂന്നാമതായി നമ്മൾ കണ്ടത് ശുദ്ധീകരിക്കുന്ന ജീവിതം. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുണ്ട്, അല്ലേ? പാപ സാഹചര്യങ്ങളുണ്ട്. ഈ പാപത്തിലെല്ലാം മാറി ശുദ്ധീകരിക്കപ്പെടുന്ന, സ്വയം ശുദ്ധമാക്കപ്പെടുന്ന ഒരു ജീവിതവും മറ്റുള്ളവരെ പാപ സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നന്മയുടെ പാതയിലേക്ക് അവരെ കൊണ്ടുവരുവാനുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. എല്ലാവരും ഹോംവർക്ക് ചെയ്തായിരുന്നോ? എന്തായിരുന്നു ഹോംവർക്ക്? എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓരോ വ്യക്തിയോടും ഭൂമിയുടെ ഉപ്പ് എന്ന നിലയിൽ ഈ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, അതായിരുന്നു ഹോംവർക്ക്. എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ഒരുപാട് കൂട്ടുകാർ ഇമെയിലിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എഴുതി അറിയിച്ചിരുന്നു. അതിൽ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കാര്യം, മറ്റുള്ളവർക്ക് മാധുര്യം പകരുന്ന നല്ല ജീവിതം നയിക്കുവാൻ സാധിക്കും എന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വന്തമായി ശുദ്ധീകരിക്കുക. ഇതുവരെ ഞാൻ പലപ്പോഴും പാപ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുടെ സഹായത്തോടെ ഒക്കെയായിരുന്നു നല്ല ജീവിതത്തിലേക്ക് വന്നിരുന്നത്. പക്ഷേ ഈ പാഠം പഠിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പാപകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, ഒരു മുറിവ് വരുമ്പോൾ ഞാൻ അതിൽ ഉപ്പ് വെച്ച് ശുചീകരിക്കുന്നത് പോലെ തന്നെ, ഉപ്പിൻ്റെ ശക്തി കൊണ്ട് ശുചീകരിക്കുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പാപകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് സ്വയം ശുചീകരിക്കുവാൻ സാധിക്കും, എന്നെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കുമെന്ന് ഒരു കുട്ടി എഴുതി അറിയിച്ചിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മൾ ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. അത് ലോകത്തിൻ്റെ പ്രകാശം എന്നതാണ്. പ്രകാശം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല, അല്ലേ?
നമ്മളുടെ കണ്ണുകൾക്ക് ശക്തിയുണ്ട്, കണ്ണുകൾക്ക് ആ കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങൾക്ക് സൗന്ദര്യമുണ്ടെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? പ്രകാശകിരണങ്ങൾ വരുമ്പോഴാണ്. പ്രകാശം ഇഷ്ടപ്പെടാത്തവരായി ഒരാളും ഉണ്ടായിരിക്കത്തില്ല. പ്രകാശത്തിൻ്റെ മക്കളാകാൻ വേണ്ടിയാണ് നമ്മൾ ജനിച്ചത്, അല്ലേ? ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ശക്തമായ മറ്റൊരു പ്രതീകമാണ് പ്രകാശം. പ്രകാശം എന്നത് ശക്തമായ കാര്യമാണ്, നിങ്ങൾക്കറിയാം. ഈശോ തൻ്റെ ശിഷ്യന്മാരെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചൊരു പദവും പ്രകാശമായിരുന്നു. പഴയ നിയമത്തിൽ പ്രകാശം, അഗ്നി എന്നിവ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. എവിടെയാണോ ദൈവമുള്ളത് അവിടെയായിരുന്നു അഗ്നിയും പ്രകാശവും ഒക്കെ കണ്ടിരുന്നത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അല്ലേ? നമുക്ക് നോക്കാം. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയായിരുന്നു? മുൾപ്പടർപ്പിൽ എരിയുന്ന അഗ്നി, തീയായിട്ടാണ് മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഇസ്രായേൽക്കാരുടെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ രാത്രികാലങ്ങളിൽ അഗ്നിസ്തംഭത്തിന്റെ രൂപത്തിലാണ് ദൈവം അവർക്ക് പ്രകാശം ചൊരിഞ്ഞത്. നോക്കൂ, അഗ്നിസ്തംഭവും അതുപോലെ തന്നെ തീയായും പ്രകാശവുമായൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എസെക്കിയേൽ പ്രവാചകന് ദൈവദർശനം ലഭിക്കുന്നത് പ്രകാശം പരത്തി ജ്വലിക്കുന്ന അഗ്നിയുടെ രൂപത്തിലാണ്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നത് എങ്ങനെയാണ്? ആർക്കെങ്കിലും പറയാവോ? മിടുക്കൻ, തീനാവുകളുടെ രൂപത്തിലാണ് ഈശോ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രകാശം എന്ന് പറയുമ്പോൾ അത് ദൈവിക സാന്നിധ്യമാണ്, അല്ലേ? ഈശോ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, പ്രകാശം ജീവനാണ്, ദൈവിക ജീവൻ തന്നെയാണ്. ഈശോ ലോകത്തിന്റെ പ്രകാശമായി അവതരിച്ചതിനെ കുറിച്ച് സുവിശേഷകന്മാർ ഇപ്രകാരമാണ് പറയുന്നത്: അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയൊരു പ്രകാശം കണ്ടു, മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. ആരാണ്? ഈശോയെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യങ്ങളിൽ പറയുകയാണ്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയും ഈശോയുടെ പ്രകാശമായി ഈശോനെ അവതരിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിയില്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, രാത്രികാലങ്ങളിൽ പ്രകാശത്തെ മായ്ച്ചുകൊണ്ട് ഇരുട്ട് വരുമ്പോൾ നമുക്ക് മറ്റുള്ള കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല, അല്ലേ? എന്നാൽ ഈശോയുടെ പ്രകാശത്തെ മറയ്ക്കുവാൻ ഒരു ഇരുളിനും സാധിക്കത്തില്ല എന്നാണ് സുവിശേഷകന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ, ലോകത്തിന്റെ പ്രകാശമായി നമ്മളുടെ ഇടയിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈശോയെ, ഒരു നല്ല ക്രിസ്ത്യാനി എന്ന നിലയിൽ ലോകത്തിന്റെ പ്രകാശമാകുവാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്ന ഈശോയിൽ ഒന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മറ്റുള്ളവർക്ക് വഴി കാട്ടുന്നവനായിരിക്കണം ഒരു നല്ല ക്രിസ്ത്യാനി. നമ്മൾ പ്രകാശമായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയായിരിക്കണം. എങ്ങനെ വഴി കാട്ടുന്നേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, പല സമയങ്ങളിലും പ്രകാശം ഇല്ലാത്ത വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ തട്ടി വീഴുവാനും അതുപോലെ തന്നെ പരിക്കുകൾ പറ്റുവാനും ഒക്കെയുള്ള അവസ്ഥകൾ വരും, അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലപ്പോഴും വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരുപക്ഷെ തട്ടി വീഴുവാനും അതുപോലെ തന്നെ പരിക്കുകളൊക്കെ പറ്റുവാനുമുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആ സ്ഥലങ്ങളിൽ നമ്മൾ വിളക്ക് കൊണ്ട് നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം ചൊരിയുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഒരു പരിക്കും കൂടാതെ നടക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? ഒരു നല്ല ക്രിസ്ത്യാനി അവൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകണം, പ്രകാശമായിരിക്കണം. മറ്റുള്ളവരുടെ വഴികളിൽ പ്രകാശം പരത്തുന്ന, മറ്റുള്ളവരുടെ വഴികളിൽ അവന് അപകടം കൂടാതെ നല്ല മാർഗത്തിലൂടെ നടക്കുവാൻ സാധിക്കുന്ന രീതിയിൽ പ്രകാശം ചൊരിയുന്നവനായിരിക്കണം ഞാനും നിങ്ങളും, എല്ലാ ക്രൈസ്തവ വിശ്വാസികളും. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞപ്പോൾ ദൈവ ചൈതന്യത്താൽ നിറഞ്ഞവരാകണമെന്ന് അർത്ഥമാക്കുകയാണ് ചെയ്തത്. ദൈവവചനത്താൽ, ദൈവ ചൈതന്യത്താൽ നിറഞ്ഞവരാകണം ഓരോ ക്രിസ്ത്യാനിയും. അതെങ്ങനെയാണ്? ഈശോയുടെ ചൈതന്യം നമ്മളിലേക്ക് കൊണ്ടുവരണം, ഈശോയുടെ പ്രകാശം നമ്മളിലേക്ക് കൊണ്ടുവരണം. ദൈവ ചൈതന്യത്താൽ നിറഞ്ഞവൻ പ്രകാശം പരത്തുന്ന ഒരു ദീപമാണ്. ദീപം പ്രകാശിക്കുന്നത് അതിനുവേണ്ടിയാണ്, അല്ലേ? ഒരിക്കലും ദീപം അതിനുവേണ്ടി മാത്രം പ്രകാശിക്കുന്നില്ല. പിന്നെ ദീപം ആർക്ക് വേണ്ടിയാണ് പ്രകാശിക്കുന്നത്? ഒരു ദീപം പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഒരു വിളക്ക് അത് കത്തിച്ച് ഒരു പീഠത്തിൽ വെക്കുമ്പോൾ ഒരിക്കലും ആ പ്രകാശകിരണങ്ങൾ ആ വിളക്കിന് വേണ്ടിയല്ല, മറിച്ച് അതിന് ചുറ്റുമിരിക്കുന്ന, അതിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രകാശം പരത്തുന്നത്. നിങ്ങൾ അതുപോലെയാണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മ പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രകാശം പരത്തുന്നതാകണം. വെളിച്ചമേ നയിച്ചാലും എന്നാണ് പ്രാർത്ഥന, അല്ലേ? വെളിച്ചമേ നയിച്ചാലും, പ്രകാശമേ എൻ്റെ ജീവിതത്തെ നയിച്ചാലും എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അനേകായിരങ്ങൾക്ക് വഴികാട്ടിയായി മാറുമ്പോഴാണ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അന്ധകാരത്തെ അകറ്റുന്നവരായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. പ്രകാശം നമ്മളിലേക്ക് ചൊരിയുമ്പോൾ, ഈശോയുടെ പ്രകാശം ലോകത്തിന്റെ പ്രകാശമായി നമ്മൾ മാറുമ്പോൾ, രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് അന്ധകാരത്തെ അകറ്റണം.
പല വെട്ടവും നമ്മൾ കാണാം അല്ലേ. ഒരു പക്ഷേ ചില ബൾബുകളൊക്കെ അത് കേടായി കഴിയുമ്പോൾ പ്രകാശമില്ലാതാകുമ്പോൾ നമ്മൾ അത് മാറ്റി മറ്റു ബൾബുകൾ ഇടും അല്ലേ. ചില സമയത്ത് പ്രകാശം കൂടിയ ബൾബുകൾ, പ്രകാശം കുറഞ്ഞ ബൾബുകളൊക്കെ നമുക്ക് കാണാം. വ്യക്തമായ പ്രകാശം കിട്ടാത്തപ്പോൾ നമ്മൾ അതിനെ മാറ്റി മറ്റൊരു നല്ല വെളിച്ചമുള്ള പ്രകാശമുള്ള ബൾബുകൾ മാറ്റി ഇടുന്നു. എന്തിനു വേണ്ടിയാണ്? അന്ധകാരത്തെ അകറ്റണം. പ്രകാശത്തിൻ്റെ ഏറ്റവും അത്യന്തമായ ലക്ഷ്യം എന്താണ്? അന്ധകാരത്തെ അകറ്റണം. എന്താണ് അന്ധകാരം? പാപമാണ്. പാപ സാഹചര്യത്തിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിലൂടെ, പ്രകാശത്തിലൂടെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പാപ സാഹചര്യങ്ങളെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അന്ധകാരത്തെ ഇല്ലാതാക്കാൻ പ്രകാശത്തിന് കഴിയും. പാപത്തിന്റെ അന്ധകാരത്തിൽ കഴിയുന്ന ലോകത്തിൽ പുണ്യത്തിന്റെ പ്രകാശം നിറയ്ക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഓരോ ക്രിസ്ത്യാനിക്കും സാധിക്കണം. മൂന്നാമതായും അവസാനമായും നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മറ്റുള്ളവർക്ക് ശക്തി പകരുന്നവനായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്. മറ്റുള്ളവർക്ക് ശക്തി നൽകുന്നതാകണം നിങ്ങളിലെ പ്രകാശം, നിങ്ങളിലെ നന്മ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓരോ ക്രിസ്ത്യാനിയും, ഓരോ യുവാവും യുവതിയും നമ്മളുടെ നല്ല ജീവിതത്തിൽ, നമ്മളുടെ ഏറ്റവും മനോഹരമായ ഈ ജീവിതത്തിൽ നല്ല നന്മ പ്രവൃത്തികളിലൂടെ യേശുവിൻ്റെ പാത ഉൾക്കൊണ്ട്, അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ശക്തി നൽകുന്ന, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നവരായി മാറുമ്പോഴാണ് നല്ല ക്രിസ്ത്യാനിയായി, ഏറ്റവും മികച്ച ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച 3 കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കാം. നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതുക. ഒന്നാമതായി, മറ്റുള്ളവർക്ക് വഴി കാട്ടുന്നവനായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയും. ലോകത്തിൻ്റെ പ്രകാശമായ യേശു നമ്മളിലേക്ക് നൽകുന്ന ചിന്ത ഇതാണ്, നമ്മളിലേക്ക് നൽകുന്ന വചനം ഇതാണ്. മറ്റുള്ളവർക്ക് വഴി കാട്ടുന്നവരായിരിക്കണം നാം. രണ്ടാമതായി, അന്ധകാരത്തെ അകറ്റുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. മൂന്നാമതായി, മറ്റുള്ളവർക്ക് ശക്തി നൽകുന്നവരായിരിക്കണം നാം ഓരോരുത്തരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 11ാം ക്ലാസ്സിന്റെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 12ാം പാഠത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക. ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒന്നാമതായി നമ്മൾ പഠിച്ച രക്ഷകനായ യേശു എന്ന പാഠം, ആ പാഠത്തിലെ ഓരോ വചനങ്ങളും പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറിയിട്ടുണ്ടോ? രണ്ടാമതായി, ചരിത്ര പുരുഷനായ യേശുവിനെ നമ്മൾ 2ാം പാഠത്തിൽ കണ്ടു. ചരിത്ര പുരുഷനായ യേശുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു. മറ്റൊരു ക്രിസ്തുവായി മാറണമെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം. അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റൊരു ക്രിസ്തുവായി മാറുവാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? മദർ തെരേസയെ പോലെ, വിശുദ്ധരെ പോലെ നല്ല ക്രിസ്ത്യാനിയായി മാറുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? 4ാമതായി നമ്മൾ കണ്ടത് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാൻ വേണ്ട കാര്യങ്ങളാണ്. ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ നമ്മൾ യേശുവിൽ നിന്നും, യേശുവിൻ്റെ ചിന്തകളിൽ നിന്നും, വചനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുമ്പോൾ ഈശോയുടെ ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരുവാൻ വേണ്ടി എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ 4ാം പാഠത്തിൽ കണ്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ പാഠത്തിലെ വെളിച്ചത്തിൽ 5ാമതായി നമ്മൾ കണ്ടത്, 5ാം പാഠത്തിൽ കണ്ടത് ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെ സവിശേഷതകളാണ് യേശുവിൻ്റെ വ്യക്തിത്വത്തിനുണ്ടായിരുന്നത്, ക്രിസ്തു നമ്മൾക്ക് പകർന്നു നൽകുന്നത്? അവ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചോ എന്ന് സ്വയം വിചിന്തനം ചെയ്യുക. ക്രിസ്തീയ മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ 6ാം പാഠത്തിൽ കണ്ടു. ക്രിസ്തീയ മനസാക്ഷി രൂപീകരണത്തിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ 12ാം പാഠം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 11 പാഠങ്ങളിലും കണ്ട കാര്യങ്ങളൊക്കെ ഒരു പ്രകാശമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറണം. ജീവന്റെ മൂല്യവും മഹത്വവും എന്ന് പറയുന്ന 7ാം പാഠത്തിൽ ജീവന്റെ മൂല്യം എന്താണ്, എൻ്റെ ജീവിതത്തിന്റെ മൂല്യം, എൻ്റെ ജീവിതത്തിന് എങ്ങനെ മൂല്യമുള്ളതാക്കാൻ സാധിക്കുമെന്ന് നമ്മൾ കാണുകയുണ്ടായി. സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനുമാണ് എൻ്റെ ജീവിതത്തിന്റെ ദൗത്യമെന്നും, സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും മറന്നുപോയാൽ എൻ്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ലെന്നും നമ്മൾ 9ാം പാഠത്തിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ സമ്പത്തും സാമൂഹിക നീതിയും എന്ന പാഠത്തിൽ സമ്പത്ത് എങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, സമ്പത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, സാമൂഹിക നീതിക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയാണ് സ്വത്ത് സമ്പാദിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി നമ്മൾ കാണുകയുണ്ടായി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ്, അധ്വാനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് 10ാമത്തെ പാഠം. അധ്വാനിക്കണം, ജീവിതത്തിൽ അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ കണ്ടു. ഒരുപാട് എക്സാമ്പിൾസ് കണ്ടു. നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ ഓർമ്മിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അധ്വാനിക്കുവാനും അധ്വാനിച്ചുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കണം. അവസാനമായി 11ാം പാഠത്തിലും 12ാം പാഠത്തിലും നമ്മൾ കണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണെങ്കിൽ, സാമൂഹിക തിന്മകൾക്കെതിരെ ക്രിസ്ത്യാനി എന്ന നിലയിൽ എൻ്റെ പ്രതിബദ്ധത എന്താണ്? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സാമൂഹിക തിന്മകൾക്കെതിരെ എനിക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കും? എന്തൊക്കെയാണ് സാമൂഹിക തിന്മകൾ, എങ്ങനെയൊക്കെ ഈ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. ഈ പാഠത്തിൽ
കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായി ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു പാഠം കണ്ടു. ഭൂമിയുടെ ഉപ്പാകുവാനും ലോകത്തിന്റെ പ്രകാശവുമാകുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കി ഒരു പടം നിങ്ങൾ കാണാം അല്ലേ? ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഏണിപ്പടികൾ, ഒരുപാട് ലാഡറുകളുണ്ട്. ഈ 12 പാഠത്തെയും ഞാൻ ഓരോ ലാഡറുകളായിട്ട് ഉപമിക്കുകയാണ്. എന്നാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ആ ലാഡർ വഴി പിടിച്ചു കയറി ജീവിതത്തിൽ മുന്നേറുവാനുള്ളതിന് പകരം ആ ലാഡറിൽ ചവിട്ടി നിന്നുകൊണ്ട് മനസ്സിലാക്കാതെ, ആ പാഠഭാഗങ്ങളെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നത്. പക്ഷെ അതിന് പകരം മറിച്ച് ഈ ഓരോ ലാഡറുകൾ, ഈ 12 പാഠങ്ങളും ഓരോ പടികളാക്കി മാറ്റിക്കൊണ്ട് അതിൽ ചവിട്ടി ജീവിതത്തിൽ മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 12 പടികളും 12 പാഠങ്ങളും 12 പടികളാണ്, ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുക. ഉയർന്നു പറക്കുന്നവരായിരിക്കണം നമ്മൾ അല്ലേ? 11ാം ക്ലാസ്സിലായിരിക്കും നിങ്ങൾ. ഈ വർഷം 12ാം ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 12ാം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ്സായതിനു ശേഷം ജീവിതത്തിൽ വിവിധ കരിയർ മേഖലകളിലേക്ക്, വിവിധ കരിയർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഉയർന്നു പറക്കുവാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കണം. നമ്മളൊരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം ക്ലാസ്സിലേക്ക് വരാം. 70 വർഷം ജീവിച്ചിരിക്കുന്ന ഈഗിൾ അല്ലെ, പക്ഷികളിലെ ഏറ്റവും ഭീമനായ ഏറ്റവും മികച്ച പക്ഷിയായ ഈഗിൾ 70 വർഷം ജീവിച്ചിരിക്കുമ്പോൾ അതിൽ 40 വർഷം കഴിയുമ്പോൾ ആ പക്ഷിക്ക് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈഗിൾ 40 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശോഷിച്ച ചുണ്ടുകളും അതുപോലെ തന്നെ ചിറകുകളും എല്ലാം മാറ്റി ജീവിതത്തിൽ ഒരു ചേഞ്ചിന് തയ്യാറെടുക്കുകയാണ്. ഒരു മാറ്റം ജീവിതത്തിൽ അനിവാര്യമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ പാപകരമായ സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഉയർന്നു പറക്കുവാൻ പറ്റുന്ന രീതിയിൽ ജീവിതത്തെ ഉന്മേഷഭരിതമാക്കുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ തയ്യാറാകണം. ഈഗിളിനെ പോലെ ഉയർന്നു പറക്കുവാനും ഏറ്റവും മികച്ച രീതിയിലേക്ക് പറന്നുയരുവാനും ഓരോ കുട്ടിയും, ഓരോ 11ാം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയും തയ്യാറാകണമെന്ന് സാർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പല കൂട്ടുകാരും പലതവണ സാറിനോട് പറഞ്ഞ കാര്യം ഇതാണ്: സാർ, ജീവിതത്തിൽ എനിക്ക് ഒന്നും ഇല്ലാത്ത ഒരു നിരാശയുടെ
അവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകാറുണ്ട്. പലപ്പോഴും ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ തോന്നലുള്ളപ്പോൾ ഈ വാക്യങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇഫ് യു ഹാവ് ഫുഡ് ഇൻ യുവർ ഫ്രിഡ്ജ് ഓർ ഹോം, clothes on your body, and a roof over your head, and a place to sleep, you are richer than 75 of the entire world. ലോകത്തിലെ 75% ആളുകളെക്കാൾ സമ്പന്നനാണ്. നിങ്ങൾക്ക് മനോഹരമായ ഒരു പാർപ്പിടവും, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയും, നിങ്ങൾക്ക് ധരിക്കുവാൻ ഒരു വസ്ത്രവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിക്കുവാനുള്ള ഭക്ഷണവും ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ പോപ്പുലേഷൻ്റെ 75% ആളുകളെക്കാൾ സമ്പന്നനാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് ശക്തികൾ, ഒരുപാട് കഴിവുകൾ തന്നുകൊണ്ടാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അതിനെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാതെ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്ക് തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല കുട്ടികളായി മാറുവാൻ, നല്ല മികച്ച വിദ്യാർത്ഥികളായി മാറുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ പാഠത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. ക്രിസ്തു ശിഷ്യർ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി പ്രവർത്തിക്കേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു വചനം നമുക്ക് കാണാതെ പഠിക്കാം. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒന്നും കൂടെ ആവർത്തിക്കാം. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു കാര്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് ശ്രമിക്കാം. അവസാനമായി ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുക. ആ പ്രവർത്തനം ഇതാണ്: ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി ജീവിച്ച് മഹത്വം നേടിയ സീറോ മലബാർ സഭയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതകഥ വിവരിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രസംഗം തയ്യാറാക്കുക. ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി മാറിയ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും എണീറ്റ് നിൽക്കുക. ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. രക്ഷകനായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, 11ാം ക്ലാസ്സിലെ ഈ 12 പാഠങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് വഴിയും പ്രകാശവുമായി മാറുവാൻ അങ്ങ് കൃപ നൽകണമേ. ഈശോയെ, ഈ പാഠഭാഗങ്ങൾ എൻ്റെ ജീവിതത്തിലും സമൂഹത്തിലും പ്രാവർത്തികമാക്കുവാനും നല്ല വ്യക്തികളായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.